അദ്ദേഹത്തിൻ്റെ മൻമോഹൻ സിംഗിൻ്റെ വിലാപയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ACC ആസ്ഥാനത്ത് നിന്ന് സംസ്കാര ചടങ്ങ് നടക്കുന്ന നിഗംബോഡ് ഘട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര ആരംഭിച്ചിരിക്കുന്നു. പൂർണ്ണ സൈനിക ബഹുമതികളോടെ ആവും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇപ്പോൾ വിലാപയാത്രയും പൂർണ്ണമായും സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. ഗൗതം, ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു പക്ഷെങ്കിൽ അവിടേക്ക് ACC ആസ്ഥാനത്തേക്ക് പ്രവേശിക്കാൻ കഴിയാതിരുന്ന സാധാരണക്കാരായ പ്രവർത്തകരുടെ വലിയൊരു നിര അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയ്ക്ക് ചുറ്റുമുണ്ട്. സൈന്യത്തിന് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വല്ലാതെ പാടുപെടേണ്ടി വരുന്നുണ്ട് വിലാപയാത്രയെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഏതാണ്ട് 12-15 കിലോമീറ്റർ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ പതുക്കെ മാത്രമേ വാഹനങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്നുള്ളൂ. പ്രധാനമന്ത്രിയൊക്കെ എപ്പോഴത്തേക്ക് എത്തും, അതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെയാണ്, മാത്രമല്ല ധാരാളം ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. നേരത്തെ ACC ആസ്ഥാനത്ത് സാധാരണക്കാരായ പ്രവർത്തകർക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ അവസരമുണ്ടെന്ന് പറഞ്ഞിരുന്നാൽ അത് അവിടെ അതിനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല. അത്തരം കാത്തിരുന്ന ആളുകൾ കൂടി വിലാപയാത്രയ്ക്കൊപ്പം എത്തുമ്പോൾ അതിൻ്റെ മുന്നോട്ട് പോക്കിൻ്റെ വേഗതയെ പോലും ബാധിക്കുന്നുണ്ട്. ഗൗതം, ഉമേഷ്, വിലാപയാത്രയിൽ ധാരാളം ജനങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അതായത് നേരത്തെ ഉമേഷും നന്ദഗോപനും ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ACC ആസ്ഥാനത്തേക്ക് സാധാരണക്കാരായ പ്രവർത്തകർക്ക് പ്രവേശനമുണ്ട്, അല്ലെങ്കിൽ സാധാരണക്കാരായ പ്രവർത്തകർക്ക് കൂടി ഈ അന്ത്യോപചാരം അർപ്പിക്കുവാനുള്ള അവസരം ഉണ്ടാകുമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല. ഈ പ്രധാനപ്പെട്ട ഗേറ്റ് അടയ്ക്കുകയും സാധാരണ പ്രവർത്തകരെ അകത്ത് പ്രവേശിപ്പിക്കാതിരിക്കുകയും ചെയ്തു. സ്വാഭാവികമായും അതിന്റെ പേരിൽ വലിയ പ്രതിഷേധം സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ ഗേറ്റിന് പുറത്ത് നടത്തി. ഇപ്പോൾ ഈ വിലാപയാത്രയ്ക്കൊപ്പം ധാരാളം പ്രവർത്തകരുമുണ്ട്. നിഗംബോധ് ഘാട്ടിലേക്ക് അല്പസമയത്തിനകം തന്നെ ഈ വിലാപയാത്ര എത്തിച്ചേരും. ഏതാണ്ട് 11 കിലോമീറ്ററാണ് കോൺഗ്രസ് ആസ്ഥാനത്ത് നിന്നും ഈ നിഗംബോധ് ഘാട്ടിലേക്ക് ഉള്ളത്. ആ നിഗംബോധ് ഘാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് വളരെ വേഗത്തിൽ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. നേരത്തെ സൂചിപ്പിച്ചത് പ്രകാരം 1 മണിക്കൂർ കോൺഗ്രസ് ആസ്ഥാനത്ത് വിലാപയാത്ര നടത്തുമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നതെങ്കിലും ക്ഷമിക്കണം 1 മണിക്കൂർ ഈ കോൺഗ്രസ് ആസ്ഥാനത്ത് പൊതുദർശനം ഉണ്ടാകുമെന്നാണ് പറഞ്ഞതെങ്കിലും 1 മണിക്കൂർ വെക്കാനുള്ള സമയമുണ്ടായിരുന്നില്ല. കാരണം ഈ വീട്ടിൽ ചില മതപരമായ ചടങ്ങുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഈ ACC ആസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ നടന്ന ചടങ്ങ് വളരെയധികം താമസിച്ചതിനാൽ കോൺഗ്രസ് ആസ്ഥാനത്തെ പൊതുദർശനം അരമണിക്കൂർ മാത്രമായി വെട്ടിച്ചുരുക്കിയിരുന്നു. ഇന്നലെ നിശ്ചയിച്ചിരുന്നത് 8:30 മുതൽ 9:30 വരെയാണെങ്കിൽ ഭൗതികദേഹം ഇവിടേക്ക് എത്തുന്നത് തന്നെ 9 മണി കഴിഞ്ഞ് 9:15 കഴിയുമ്പോഴാണ്. പിന്നീട് 10 മണിയാകുമ്പോഴേക്കും ഈ വിലാപയാത്ര ആരംഭിച്ച് ഇപ്പോൾ നിഗംബോധ് ഘാട്ടിലേക്ക് ഈ ഭൗതികദേഹം കൊണ്ടുപോകുകയും ചെയ്യുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ സാധാരണക്കാരായ പ്രവർത്തകർക്ക് കൂടുതലായി ഇവിടേക്ക് എത്താൻ സാധിച്ചില്ല. അതായത് ഗേറ്റിന് പുറത്ത് റോഡിൽ എത്തിയെങ്കിൽ പോലും ACC ആസ്ഥാനത്തേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല. അത് ഈ സമയം വെട്ടിച്ചുരുക്കിയത് മൂലമാണ് എന്നാണ് കോൺഗ്രസിന്റെ നേതാക്കൾ ഇപ്പോൾ വിശദീകരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ നിഗംബോധ് ഘാട്ടിൽ ഈ ഭൗതികദേഹവുമായുള്ള വിലാപയാത്ര എത്തിച്ചേരും. അതിനുശേഷം സംസ്കാര ചടങ്ങുകൾ നടക്കും. സിഖ് മതാചാര പ്രകാരമുള്ള ചടങ്ങുകളാകും അവിടെ നടക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉമേഷ്, ഇപ്പോൾ പ്രധാനമന്ത്രി ഉൾപ്പെടെ അവിടേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടേക്കും അപ്പോൾ സുരക്ഷാ മാനദണ്ഡങ്ങളുടെ ഭാഗമായി സാധാരണക്കാർക്ക് പ്രവേശനം അത്തരം സമയക്രമങ്ങളോ അങ്ങനെ എന്തെങ്കിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്? പ്രധാനമന്ത്രി എത്തുന്നതിന് മുൻപ് സാധാരണക്കാർക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ അവസരം, അല്ലെങ്കിൽ അതിനുശേഷം അങ്ങനെ എന്തെങ്കിലും സമയക്രമങ്ങൾ എന്തെങ്കിലും ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ഉമേഷ്, അവിടെ വളരെ സാധാരണക്കാരായ ആളുകൾക്ക് അവിടേക്ക് പ്രവേശനമില്ല. മറിച്ച് VVIPകൾക്കാണ് ഈ നിഗംബോധ് ഘാട്ടിൽ പ്രവേശനമുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് എത്തുന്നുണ്ട്. ഒപ്പം കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളെല്ലാം അവിടേക്ക് ഈ വിലാപയാത്രയ്ക്കൊപ്പം നടക്കുന്നുണ്ട്. ഇതിനൊപ്പമാണ് രാഹുൽ, പ്രിയങ്ക, സോണിയ ഉൾപ്പെടെയുള്ളവർ, മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ വിലാപയാത്രയ്ക്കൊപ്പം നീങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിനാൽ സ്വാഭാവികമായും ഈ ദേശീയ നേതാക്കൾ കൂടുതലായി ഉള്ള ഒരു പശ്ചാത്തലത്തിൽ സാധാരണ ആളുകൾക്ക് നിഗംബോധ് ഘാട്ടിൽ പ്രവേശനമില്ല. അതിനാൽ ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നത് തീർച്ചയായും പ്രമുഖ വ്യക്തികൾ ആകും എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ACC ആസ്ഥാനത്തും അതോടൊപ്പം ഈ സംസ്കാര ചടങ്ങ് നടക്കുന്ന സ്ഥലത്തും ഒരുക്കിയിട്ടുണ്ട്. സാധാരണ ജനങ്ങളുടെ ഒരു അതിഭീകരമായ തല്ലിക്കയറ്റം ഉണ്ടാകാതിരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒപ്പം പ്രതികൂലമായ കാലാവസ്ഥ കൂടി ഈ ഡൽഹിയിലുണ്ട്. വലിയ മഴയും അതോടൊപ്പം തന്നെ ശൈത്യവും അതിരൂക്ഷമാണ്. ഇന്നലത്തെ ദിവസം മുഴുവൻ മഴയത്തായിരുന്നു. ഈ അന്ത്യോപചാരം അവസാനമായി അദ്ദേഹത്തെ കാണുന്നതിനായി പ്രമുഖ വ്യക്തികൾ വന്നു പോകുമ്പോഴെല്ലാം കനത്ത മഴ രാജ്യതലസ്ഥാനത്ത് പെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിലും സാഹചര്യം മറ്റൊന്നുമായിരുന്നില്ല. ഇന്നിപ്പോൾ AICC ആസ്ഥാനത്ത് പൊതുദർശനം നടക്കുന്ന ഘട്ടത്തിലും ചെറിയ മഴ ഇവിടെ തുടരുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ
ഈ സംസ്കാര ചടങ്ങ് 11:30 ഒരുപക്ഷെ നടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വാഹനം ഇപ്പോൾ നിരവധി ആളുകൾക്കിടയിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ നന്ദഗോപൻ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. നന്ദഗോപൻ വിലാപയാത്രയ്ക്കൊപ്പം തന്നെയാണ് ഉള്ളത്. അതിനാൽ കൃത്യമായി തന്നെ വിലാപയാത്രയുടെ വിശദാംശങ്ങൾ നന്ദഗോപനിൽ നിന്നും തേടാം. ഉമേഷ്.